ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിസംബറും ന്യൂ ഇയറും ഒക്കെ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഡിസംബറിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഡിസംബർ 17 നമ്മൾ ദച്ചൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ഇത്തവണയും ഞങ്ങൾ ദച്ചൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ആദ്യം നമ്മൾ എന്തായാലും ഒന്ന് സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസ് കളക്ഷനൊക്കെ വരുന്ന ടൈമാണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്പാടിക്കുട്ടൻ്റെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അവളുടെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോകാന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ഒരുവിധം ഞാൻ പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് വന്നതാണേ. പിന്നെ അവൻ്റെ അടുത്ത് കയ്യെത്തും ദൂരത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അതൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഗൂഗിൾ എടുത്ത് തിരിച്ചു വയ്ക്കും. വീണ്ടും അവൻ എടുത്ത് നോക്കും, ഗൂഗിൾ എടുത്ത് തിരിച്ചു വയ്ക്കും. ഇതായിരുന്നു പരിപാടി. അപ്പോൾ ഇത്തവണ ഡ്രസ്സ് എടുക്കുമ്പോൾ കൂട്ടത്തിൽ അമ്പാടിക്കുട്ടനും കൂടെ എടുക്കണമല്ലോ. അങ്ങനെ അമ്പാടിക്കും കൂടെ 2-3 ടീഷർട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തിൽ അമ്പാടിക്കുട്ടനും കൂടെ എടുത്തു കേട്ടോ. ക്രിസ്മസ് കളക്ഷനൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റുഡിയോന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ട്രെൻഡ്സിലും കൂടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ ട്രെൻഡ്സിലൊക്കെ പോയി ഒന്ന് കറങ്ങി അവിടെ നിന്നും ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും പോയിട്ടോ. പക്ഷേ ആ പുതിയ ഷോപ്പിൽ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. കേക്ക് മേടിക്കുന്ന കാര്യം ദച്ചൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ കേക്ക് മേടിക്കുന്നില്ല, മുട്ടായി മാത്രം മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാനും അനന്തച്ചേട്ടനും കൂടെ വിചാരിച്ചു കേട്ടോ. അവളെ കൊണ്ടുപോകാതെ ഞങ്ങൾ കേക്കൊക്കെ പോയി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിൻഡ്രല്ല തീമായിരുന്നു കേട്ടോ ചെയ്തത്. വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ അവർ കേക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വെമ്പായത്ത് തന്നെയുള്ള ഒരു പുതിയ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരുന്നു അവിടെ കയറിയത്. അപ്പോൾ കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുകയായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ ഞാൻ കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സംഭവം മനസ്സിലായി. അപ്പോൾ എന്നോട് പറയുമായിരുന്നു, എന്തായാലും എനിക്ക് കേക്ക് മേടിക്കുമെന്ന് അറിയായിരുന്നു, ഞാനും കുറച്ച് അഭിനയിച്ചതാണേ അമ്മ എന്ന് എന്നോടും പറഞ്ഞായിരുന്നേ. കേക്ക് മാത്രം പൊട്ടിച്ച് കാണിച്ചില്ല കേട്ടോ. അതെന്തായാലും വൈകിട്ട് കേക്ക് മുറിക്കുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിനി അടുത്ത ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാം, അമ്മയെ കൂടെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ അവൾ നേരെ കളിക്കാനൊക്കെ പോയി. പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ തവണയും ചെയ്യുന്നത്. അതുപോലെ ഇത്തവണയും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇത്തിരി വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ആശാത്തി വന്നിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ടൈം കുറവായത് കാരണം പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു രസമല്ലേ, ഇങ്ങനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത്. അവർ വലുതാകുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അവർക്ക് നല്ലൊരു മെമ്മറീസും കൂടെ ആയിരിക്കുമല്ലോ. വലുതാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണാമല്ലോ. നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതും ഒക്കെ എങ്ങനെയാണെന്ന് അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എനിക്കും വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ദച്ചൂസിനെയും അമ്പാടിക്കുട്ടനെയൊക്കെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കണം. അങ്ങനെ അവരൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും അനന്തച്ചേട്ടൻ കേക്കൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പുള്ളിക്കാരി ഓടി വരുവാണ് ഏത് ടൈപ്പ് കേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം സിൻഡ്രല്ല തീമാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അമ്പാടിക്കുട്ടനും ഓടി വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. അതിനു മുന്നേ അമ്മ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ കേക്കൊക്കെ പാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്താക്കി എടുത്തേ. കൂട്ടത്തിൽ ഞാനും ഓടിപ്പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെ ദച്ചൂസിന്റെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കേക്ക് കട്ടിയായ സമയം വന്നു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഗസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദച്ചൂസ് പോയിട്ട് ദച്ചൂസിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അവരാണ് കേട്ടോ, ദച്ചൂസിൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. യാമി, നന്ദു ചേച്ചി, പിന്നെ മാളു ചേച്ചി. ദച്ചൂസിൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ. അതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞി. അപ്പം കുഞ്ഞി സംഭവം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുഞ്ഞി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്ത് അപ്പൂപ്പനും അമ്മാമ്മയ്ക്കും ഒക്കെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പുള്ളിക്കാരിക്ക് ഈ സെലിബ്രേഷനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. കൂട്ടത്തിൽ നമ്മുടെ അമ്പാടിക്കുട്ടനും ഓടി വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മയും അപ്പൂപ്പനും കൂടെ അമ്പാടിക്കുട്ടന് വായിൽ കേക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടേ. പിന്നെ സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. അവരുടെ അപ്പൂപ്പൻ. ഇവിടെ അനന്തച്ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അത്. പിന്നെ യൂട്യൂബിൽ കുഞ്ഞുപാവയ്ക്ക് ഇന്നല്ലോ പാട്ടും കൂടെ വേണമെന്ന് പറഞ്ഞു. അതും കൂടെ വെച്ച് കൊടുത്ത് എല്ലാവരും അങ്ങോട്ട് സന്തോഷവും ഡാൻസും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ദച്ചുമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.